ഘോഷാലിന്റെ പാട്ടുകൾക്ക് ഏറെ ആരാധകരുണ്ട്. ഇന്ത്യയിലെ പ്രശസ്ത ഗായകരിൽ ഒരാളാണ് ശ്രേയ. ഏത് ഭാഷയിലായാലും അനായാസം പാടാനുള്ള കഴിവ്, മാധുര്യമുള്ള ശബ്ദം, വീണ്ടും വീണ്ടും കേൾവിക്കാരെ പ്രേരിപ്പിക്കുന്ന മാജിക്, ഇതൊക്കെ തന്നെയാണ് ശ്രേയയുടെ പ്രത്യേകത. മലയാളത്തിൽ ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ പാടി കഴിവ് തെളിയിച്ച ഗായികയാണ് ശ്രേയ. ഹിന്ദി, ബംഗാളി, ഭോജ്പൂരി, ഉറുദു, കന്നഡ, മലയാളം, മറാത്തി, പഞ്ചാബി, തമിഴ്, തെലുങ്ക് എന്നിങ്ങനെ നിരവധി ഇന്ത്യൻ ഭാഷകളിലും ചില വിദേശ ഭാഷകളിലും ശ്രേയ പാട്ടുകൾ പാടിയിട്ടുണ്ട്. തിരക്ക് പിടിച്ച കരിയറായിരുന്നു ശ്രേയയുടേത്. 4 വയസ്സുള്ളപ്പോൾ ശ്രേയ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങി. 6 വയസ്സായപ്പോൾ യഥാവിധി ക്ലാസിക്കൽ സംഗീതം ആസ്വദിക്കുവാൻ തുടങ്ങി. സരിഗമ എന്ന ടെലിവിഷൻ പരിപാടിയിൽ വിജയിയായതോടെയാണ് ശ്രേയ സംഗീത രംഗത്ത് ശ്രദ്ധേയയാകുന്നത്. പിന്നീട് 2002 പുറത്തിറങ്ങിയ ദേവദാസ് എന്ന ചലച്ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ച് ഹിന്ദി ചലച്ചിത്ര പിന്നണി രംഗത്തും ശ്രേയ സ്ഥാനം നേടി. ഈ ചലച്ചിത്രത്തിലെ ഗാനത്തിന് ഈ വർഷത്തെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരവും മികച്ച സംഗീത പ്രതിഭയ്ക്കുള്ള RD ബർമൻ പുരസ്കാരവും ലഭിച്ചു. 2015 ഫെബ്രുവരി 5 മുംബൈയിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലാണ് ശ്രേയ വിവാഹിതയായത്. തന്റെ സ്കൂൾ സുഹൃത്തും കാമുകനുമായിരുന്ന ശൈലാദിത്യ മുഖോപാധ്യായയാണ് വിവാഹം കഴിച്ചത്. ഇപ്പോൾ ചർച്ചയാകുന്നത് ഒരു പാട്ടിന് ശ്രേയ വാങ്ങുന്ന പ്രതിഫലം എത്രയാണെന്നാണ്. ഒരു ഗാനത്തിന് ശ്രേയ 25 ലക്ഷം രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 180 കോടി മുതൽ 185 കോടി രൂപ വരെയാണ് ശ്രേയയുടെ ഇതുവരെയുള്ള ആസ്തി. നിരവധി അംഗീകാരങ്ങൾ താരത്തെ തേടിയെത്തിയിട്ടുണ്ട്. 5 ദേശീയ അവാർഡുകൾ, 4 കേരള സംസ്ഥാന അവാർഡുകൾ, 2 തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ്, 2 BFJA അവാർഡുകൾ, 7 ഫിലിം ഫെയർ അവാർഡുകൾ എന്നിങ്ങനെ നിരവധി അവാർഡുകൾ ശ്രേയയ്ക്ക് ലഭിച്ചിട്ടുണ്ട്.